ഹായ് ഓൾ, വെൽക്കം ടു റിയൽ ഫാക്ട്സ്. അപ്പം നമ്മൾ ഇതിനു മുമ്പ് നമ്മളൊരു സീരീസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്തു വരുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസും ബുള്ളറ്റിനിൽ വന്ന ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ചെയ്തു വരുന്ന ഒരു സീരീസ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് എടുത്തേക്കുന്ന ടോപ്പിക്ക് നിങ്ങൾ കണ്ടതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു 10-12 ക്വസ്റ്റ്യനാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഡിഗ്രി ലെവലിന് ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള അതേ മോഡൽ ക്വസ്റ്റ്യൻസാണ് നമ്മൾ എടുത്തുകൊണ്ട് വന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെയാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇനിയുള്ള നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷനൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്തുക. അല്ലാതെ ഞാൻ എങ്ങനെയാണ് അറിയുന്നതല്ലേ. അപ്പം നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലോട്ട് തന്നെ കടന്നാലോ. ആദ്യത്തെ ചോദ്യം തന്നെ നോക്കൂ. കൺസിഡർ ദ ഫോളോവിങ് ഇവൻറ്റ്സ് റിലേറ്റഡ് ടു ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളാണ് കൊടുത്തേക്കുന്നത്. നമുക്ക് വായിച്ചു നോക്കാം. ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, അഡോപ്ഷൻ ഓഫ് ദ നാഷണൽ ഫ്ലാഗ്, അഡോപ്ഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, അഡോപ്ഷൻ ഓഫ് ദ നാഷണൽ ആന്തം. അപ്പം 4 പോയിൻ്റ് തന്നേക്കുക. അറേഞ്ച് ദീസ് ഇവൻറ്റ്സ് ഇൻ ക്രൊണോളജിക്കൽ ഓർഡർ. അപ്പോൾ ഇതിനെ ഇയറിൻ്റെ അടിസ്ഥാനത്തിൽ ക്രൊണോളജിക്കൽ ഓർഡറിൽ എഴുതാനാണ് ചോദ്യം. അപ്പം 4 ഓപ്ഷൻ കണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വർഷങ്ങൾ അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇതിനെ ഓർഡറിൽ എഴുതാൻ പറ്റത്തുള്ളൂ. ആദ്യത്തെ ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. എന്നാ ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി നടന്നത്? നമുക്കറിയാം, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഫോം ചെയ്തതെന്ന 1946 ഡിസംബർ 6-നാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഫോം ചെയ്യുന്നത്. ഫസ്റ്റ് മീറ്റിംഗ് ആണ് നമുക്കിവിടെ ചോദിച്ചേക്കുന്നത്. എന്നാൽ 1946 തന്നെയല്ലേ ഡിസംബർ 9-നാണ് എന്ത് ഫസ്റ്റ് മീറ്റിംഗ് നടന്നത്. നമുക്കറിയാം, ഫസ്റ്റ് മീറ്റിംഗ് ഡിസംബർ 9-ന്, ഡിസംബർ 11-ന് പെർമനൻ്റ് ആയിട്ടുള്ള ഒരു പ്രസിഡൻറ്റിനെ നമ്മൾ പ്രഖ്യാപിക്കുന്നുണ്ട്. സച്ചിദാനന്ദ സിൻഹ മാറി ആരാണ്? രാജേന്ദ്ര പ്രസാദ് ആവുന്നുണ്ട്. 13-ൽ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഓർഡറിൽ ഇങ്ങനെ ഡേറ്റ് പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം 46-ൽ ഫസ്റ്റ് മീറ്റിംഗ് നടക്കുന്നു. അടുത്ത അഡോപ്ഷൻ ഓഫ് നാഷണൽ ഫ്ലാഗ് എന്നാണ്? അത് നമുക്കറിയാം 1947 ജൂലൈ 22-ആണ്. ഡേറ്റ് ഉൾപ്പെടെയാണ് ഞാൻ പറയുന്നത്. 1947-ലാണ് എന്ത് നടന്നത്? നാഷണൽ ഫ്ലാഗിൻ്റെ അഡോപ്ഷൻ. അടുത്ത അഡോപ്ഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് നടന്നത് 1949 അല്ലേ? 1949 നവംബർ 26-നാണ് എന്ത് കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്യുന്നത്. അടുത്ത അഡോപ്ഷൻ ഓഫ് നാഷണൽ ആന്തം ആണെങ്കിൽ നമുക്കറിയാം, നമുക്ക് റിപ്പബ്ലിക് ആവുന്നത് 1950-ലാണ്. അതിന് 2 ദിവസം മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ നാഷണൽ ആന്തം പഠിച്ചു എന്നൊക്കെ നമ്മൾ ജസ്റ്റ് കോഡ് പോലെ കണക്ട് ചെയ്തപ്പോഴും പറയില്ലേ, നാഷണൽ ആന്തവും നാഷണൽ ഗീതവും അല്ലേ? ആ 2 ദിവസം മുമ്പ്, അതായത് 1950 ജനുവരി 26-ന് 2 ദിവസം മുമ്പ് എന്ന് പറയുമ്പോൾ 1950 ജാനുവരി 24-ന് എന്ത് ചെയ്തിട്ടുണ്ട്? അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഓർഡറിൽ നമുക്ക് ഓപ്ഷൻ നോക്കിക്കൂടെ? ആദ്യം നടന്നത് ഏതാ? 1946 ഫസ്റ്റ് മീറ്റിംഗ് തന്നെയാണ് നടന്നത്. അപ്പോൾ 1 വരുന്ന ആ ഓപ്ഷൻ നോക്കിയേ, 3 ഉണ്ട്. അപ്പോൾ ഇതെന്തുപോലെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞൂടെ? അടുത്ത് നോക്കൂ, 47-ആണ് അത് കഴിഞ്ഞ് വരുന്നത് അല്ലേ? 2 നോക്കൂ, 1 കഴിഞ്ഞ് 2 വരുന്ന 2 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതും പോയി. അടുത്ത് നോക്കാം, അഡോപ്ഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനാണ് അടുത്തത് 49-ൽ. അപ്പോൾ 3. അപ്പോൾ 1, 2, 3 വരുന്ന ഓപ്ഷൻ എ ആണ്. ഉത്തരം എ ആണ് ഓപ്ഷൻ വരുന്നത്. അപ്പോൾ അടുത്ത് നമുക്കറിയാം 1950. അപ്പോൾ ഇതേ ഓർഡറിൽ 1, 2, 3, 4 എന്ന് തന്നെയാണ് ഓപ്ഷൻ പോയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും മനസ്സിലിരിക്കുമല്ലോ. നമ്മൾ ഇത്രയും പറഞ്ഞു. 46-ൽ ഡിസംബർ 9-നാണ് ഫസ്റ്റ് മീറ്റിംഗ്. ഡിസംബർ 6-നാണ് ഫോം ചെയ്യുന്നത്, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഫോം ചെയ്യുന്നത്. നമുക്കറിയാം, ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരം. അടുത്ത് നാഷണൽ ഫ്ലാഗ് 1947 ജൂലൈ 22. കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്യുന്നത് എന്നാണ്? കോൺസ്റ്റിറ്റ്യൂഷനെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിക്കുന്നത് എന്നാ? 1949 നവംബർ 26. ഓക്കെ, നവംബർ 26 നമ്മൾ എന്തായിട്ട് ആചരിക്കുന്നുണ്ട്? കോൺസ്റ്റിറ്റ്യൂഷണൽ ഡേ ആയിട്ട് നമ്മൾ ഇന്ത്യയിൽ ആചരിക്കുന്നുണ്ട്. അടുത്ത അഡോപ്ഷൻ ഓഫ് നാഷണൽ ആന്തം 1950 ജാനുവരി 24. ഇത്ര ഓർത്തിരിക്കുമല്ലോ. അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ. അടുത്ത ചോദ്യം നോക്കൂ. പ്രിയാമ്പിൾ ഡിസ്ക്ലെയർസ് ഇന്ത്യ ആസ് എ
sovereign, secular, socialist, democratic, republic. Which of the following correctly describes the order in which these terms appear in the preamble? അപ്പം നമുക്ക് ഈ വാക്കുകളൊക്കെ നല്ല പരിചയമല്ലേ, ആമുഖത്തിൽ കാണുന്ന വാക്കുകളാണെന്ന് നമുക്കറിയാം, ടേംസ് ആണ്. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, ഓർഡറിൽ എഴുതണം. വിച്ച് കറക്റ്റ്ലി ഡിസ്ക്രൈബ്സ് ഓർഡർ ടേംസ് അപ്പിയർ ഇൻ ദ പ്രിയാമ്പിൾ കാണുന്ന ഓർഡറിലാണ് നമ്മൾ എഴുതേണ്ടത്. ഇത് മുമ്പ് ഓൾറെഡി ചോദിച്ച ക്വസ്റ്റ്യനാണ് PSC. അപ്പം നമുക്കിതിൻ്റെ ഓർഡർ അറിയാമെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, ഇത് എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മളിതിന് ഈ ഓർഡർ ഇതുപോലെ തന്നെ പഠിച്ചു വെക്കണം. ആദ്യം വരേണ്ടത് ഏതാണ്, സോവറൈൻ തന്നെയാണ് ആദ്യം വരേണ്ടത് സോവറൈൻ. അപ്പോൾ എല്ലാത്തിൻ്റെയും ഫസ്റ്റ് ഓപ്ഷൻ ഒന്ന് തന്നെയല്ലേ കിടക്കുന്നത്, അപ്പോൾ അത് നമുക്ക് നോക്കാൻ പറ്റില്ല. അടുത്ത് നോക്കൂ, അപ്പോൾ നമ്മൾ സോവറൈൻ ഒന്നെന്ന് കൊടുത്തു. അടുത്ത് രണ്ടാമത് വരേണ്ടത് ഏതാണ്, സോഷ്യലിസ്റ്റാണ്. സോഷ്യലിസ്റ്റ് അപ്പോൾ 3 അല്ലേ, രണ്ടാമത് 1 കഴിഞ്ഞ് 3 വരുന്ന എത്ര ഓപ്ഷൻ ഉണ്ട്, 3 ഓപ്ഷൻ കിടപ്പുണ്ട്. അടുത്ത് നോക്കൂ, ഡെമോക്രാറ്റിക്. അടുത്ത് ഡെമോക്രാറ്റിക് ആണോ വരുന്നത്, അല്ല. അടുത്ത് എന്താ, സെക്കുലർ ആണ് വരുന്നത്, സെക്കുലർ. അപ്പോൾ നമുക്കറിയാം സോവറൈൻ, സോഷ്യലിസ്റ്റ്, സെക്കുലർ. ഇത് 3 വരുന്ന ഓപ്ഷൻ ഏതാ, സോവറൈൻ, സോഷ്യലിസ്റ്റ്, സെക്കുലർ. ഓപ്ഷൻ എ അല്ലേ വരുന്നത്, 1, 3, 2 ഇതിലും വരുന്നുണ്ടല്ലേ, അപ്പോൾ ഇത് പോയി. അടുത്ത് നോക്കൂ, നമുക്ക് എപ്പോഴും അറിയാം ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നാണ് എപ്പോഴും നമ്മൾ പറയുന്നത്. നമുക്ക് പറഞ്ഞ് എന്താ പരിചയമുണ്ട്. അപ്പോൾ 1, 3, 2, 4, 5 അങ്ങനെ വരുന്നു, 1, 3, 2, 4, 5. അപ്പം ഈ ടേം ഇതുപോലെ തന്നെ പഠിച്ചു വെക്കുന്നത്, സോവറൈൻ, സോഷ്യലിസ്റ്റ്, സെക്കുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. അത് നമ്മൾ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം നമുക്ക് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ എന്ന് നമ്മൾ എപ്പോഴും അവസാനം നമ്മൾ പറഞ്ഞു നമുക്കറിയാം. പക്ഷേ ഈ 3 വാക്കുകൾ സേ അങ്ങനെ തന്നെ പഠിച്ചോ, സേ സോവറൈൻ, സോഷ്യലിസ്റ്റ്, സെക്കുലർ. അപ്പോൾ ഓർക്കും ഈ ഏതാ ആദ്യം വരുന്നതല്ലേ, അപ്പോൾ ആദ്യം സോക്ക് സേ എന്ന് ഓർത്ത് വെച്ചോ. എന്താ, സോവറൈൻ, സോഷ്യലിസ്റ്റ്, സെക്കുലർ. അപ്പം സോസെക് ഒരു വി ആദ്യം കൊടുത്താൻ ഓർത്താൽ നമുക്കത് എളുപ്പത്തിൽ കിട്ടും. അപ്പം നമുക്ക് അറിയാം പ്രിയാമ്പിളിനെ കുറിച്ചുള്ള ചോദ്യമാണിത്, പ്രിയാമ്പിളിൻ്റെ ചോദ്യമാണ്. പ്രിയാമ്പിള് നമുക്ക് എന്താ പറയുന്നത്, നമ്മളെങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്, ഭരണഘടനയുടെ ആമുഖത്തെ നമ്മളെങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്, ഭരണഘടനയുടെ താക്കോൽ, ഭരണഘടനയുടെ ആത്മാവ് എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് ആമുഖത്തെയാണ് അല്ലേ. ആത്മാവ്, ഭരണഘടനയുടെ ആത്മാവ്, ഭരണഘടനയുടെ താക്കോൽ, മനസാക്ഷി, ഇതെല്ലാം ആമുഖത്തെ വിശേഷിപ്പിക്കുന്ന പേരുകളാണ്, നമുക്കറിയാം. അപ്പം ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ചത് എന്തിനെയാണ്, അംബേദ്കർ വിശേഷിപ്പിച്ചത് 32ാമത്തെ ആർട്ടിക്കിളിനെയാണ്. 32ാമത്തെ ആർട്ടിക്കിൾ നമുക്കറിയാം അല്ലേ, ആർട്ടിക്കിൾ 32. അപ്പോൾ അത് ഓർത്തിരിക്കുമല്ലോ, ഇത്ര ഓർത്തിരിക്കണം. പിന്നെ ആമുഖത്തിൻ്റെ കുറേ വിശേഷണങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് ഈ അടുത്ത ചോദ്യത്തിലോട്ട് പോകുമ്പോഴൊക്കെ നമുക്ക് പറയാം. അപ്പോൾ നമുക്കറിയാം ആമുഖം എഴുതി തയ്യാറാക്കി തരാം ജവഹർലാൽ നെഹ്റു ആണ്. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അല്ലേ, നമ്മൾ പറഞ്ഞു 1946 ഡിസംബർ 13 എന്താണ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ കൊണ്ടുവന്നത്. അതൊക്കെ പ്രിയാമ്പിളിൻ്റെ ഭാഗമായിട്ട് വരുന്ന ചോദ്യങ്ങളാണ്, ഓർത്തിരിക്കണേ. അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസുമായി ബന്ധപ്പെട്ടുള്ള കറക്റ്റായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റായിട്ടുള്ള പ്രസ്താവനകൾ നോക്കൂ. ദേ ആർ നോട്ട് ജസ്റ്റിഷ്യബിൾ ഇൻ നേച്ചർ, നമുക്കറിയാം അത് ശരിയാണല്ലേ. ദേ ആർ നോട്ട് ജസ്റ്റിഷ്യബിൾ ആണ്, കോടതിയിൽ ന്യായവാദാർഹമല്ല എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. ദേ ആർ ഫണ്ടമെൻ്റൽ ടു ദ ഗവേണൻസ് ടു ദ കൺട്രി അല്ലേ. ഫണ്ടമെൻ്റൽ ആണോ അതെ, ആണ്. അടുത്ത ചോദ്യം നോക്കൂ. ദേ ക്യാൻ ഓവർ റൈഡ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇൻ കേസ് ഓഫ് കോൺഫ്ലിക്റ്റ്. പറ്റുമോ? ദേ ക്യാൻ ഓവർ റൈഡ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എടുത്ത് വാദിക്കാൻ പറ്റുമോ? ഇല്ല. ഇതെന്താണ്? തെറ്റാണ്. കറക്റ്റായിട്ടുള്ളത് ഏതൊക്കെയാണ്? 1ഉം 2ഉമാണ്. 1 and 2 only. അതാണ് ഉത്തരം. നമുക്കറിയാം ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ കുറിച്ച് പറയുമ്പോൾ
നമ്മൾ എന്തെല്ലാം കാര്യം ഓർത്തിരിക്കണം. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് കൊണ്ടുവന്നത് ഏത് കമ്മിറ്റി പ്രകാരമാണ്? സപ്രൂ അല്ലേ, സപ്രൂ കമ്മിറ്റി പ്രകാരമാണ്. പിന്നെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് കടമെടുത്തത് എവിടുന്ന? അയർലൻഡ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് കടമെടുത്തിരിക്കുന്നത്. പിന്നെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് കാണുന്നത് എവിടാ? പാർട്ട് 4ലാണ്. പാർട്ട് 4ലാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. ആർട്ടിക്കിൾ 36 മുതൽ 51 വരെ. ഈ ആർട്ടിക്കിളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാമേ. ഇതെന്താ? ആർട്ടിക്കിൾ 36 മുതൽ 51 വരെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓർത്തിരിക്കണേ. അപ്പോൾ നമുക്ക് ഇത്രയും ഓർത്തിരിക്കുമല്ലോ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസായിട്ട് ബന്ധപ്പെട്ട അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങൾ. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. നോക്കൂ, അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് റൈറ്റ്സ് ആർ അവൈലബിൾ ടു ബോത്ത് സിറ്റിസൺസ് ആൻഡ് നോൺ സിറ്റിസൺസ് അണ്ടർ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? അപ്പം ചോദ്യം വന്നിരിക്കുന്നത് എങ്ങനെയാണ്? ബോത്ത് സിറ്റിസൺസ് ആൻഡ് നോൺ സിറ്റിസൺസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ രണ്ട് പേർക്ക്, ബോത്ത് സിറ്റിസൺസ് ആൻഡ് നോൺ സിറ്റിസൺസിന് ഒരുപോലെ ഉള്ള അവകാശങ്ങളെക്കുറിച്ചാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഫണ്ടമെൻ്റൽ റൈറ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ്. ഏതാ ഓപ്ഷൻ നോക്കൂ. റൈറ്റ് ടു ഇക്വാളിറ്റി ബിഫോർ ലോ. റൈറ്റ് ടു ഇക്വാളിറ്റി ബിഫോർ ലോ എന്താ? എല്ലാവർക്കും ഉണ്ട്, നോൺ സിറ്റിസൺസിനും ഉണ്ട്. അടുത്ത റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. ആർട്ടിക്കിൾ 19 പറയുന്നത് അല്ലേ? ആർട്ടിക്കിൾ 19(1) നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇത് എല്ലാവർക്കും ബാധകമാണോ? നമുക്ക് സംശയമുണ്ടല്ലേ? അവിടെ നിൽക്കട്ടെ. റൈറ്റ് ടു പ്രൊട്ടക്ഷൻ ഇൻ റെസ്പെക്റ്റ് ഓഫ് കൺവിക്ഷൻ ഫോർ ഒഫൻസസ്. ആർട്ടിക്കിൾ 20 പറയുന്നുണ്ട് അല്ലേ? ആർട്ടിക്കിൾ 20 ഇതിനകത്ത് ശരിയായിട്ടുള്ളതാണ് നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്നത് അല്ലേ? കറക്റ്റ് ഓപ്ഷൻ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം ഇതെല്ലാവർക്കും ഒരുപോലെ അല്ലേ? കുറ്റവും ശിക്ഷയും നമ്മൾ പറയുന്നതല്ലേ? അപ്പം അതെല്ലാവർക്കും ഒരുപോലെയല്ലേ വേണ്ടത്? റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. ജീവിക്കാനുള്ള ജീവനും വ്യക്തി സ്വാതന്ത്ര്യം നമ്മൾ പറയുന്നത്, അതും എല്ലാവർക്കും ഒരുപോലെ ആവണ്ടേ? അപ്പം ഇതിനകത്ത് ചോദിച്ചേക്കുന്ന കറക്റ്റ് ഓപ്ഷൻ അല്ലേ? ആർട്ടിക്കിൾ 19 പറയുമ്പോൾ അതെന്താണ്? അത് ഇന്ത്യൻ സിറ്റിസൺസിന് മാത്രം പറയുന്ന ആർട്ടിക്കിളാണ്. അത് ഓർത്തിരിക്കണേ. അപ്പം ഇതിന് മുമ്പത്തെ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. അതായത് ഇന്ത്യയിലെ പൗരന്മാർക്കും ഇന്ത്യയിൽ താമസമല്ലാത്ത മറ്റ് പൗരന്മാർക്കും ഒരുപോലെ ബാധകമാവുന്നതെന്ന് അന്നത്തെ ഉത്തരം വന്നത് റൈറ്റ് ടു ഇക്വാളിറ്റി ബിഫോർ ദ ലോ ആയിരുന്നു. ബാക്കി ഓപ്ഷനൊന്നും ഇല്ലായിരുന്നു. നമ്മൾ കണ്ടിട്ടുണ്ട് ആ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇത് വരുമ്പോൾ എന്താ? ഇത് ഇന്ത്യയിലുള്ള ആർട്ടിക്കിൾ 19 വരുമ്പോൾ ഇന്ത്യയിലുള്ള സിറ്റിസൺസിന് മാത്രം വരും. നമുക്കറിയാം, സമാധാനമായി സംഘടിക്കുക, സംഘടനകൾ രൂപീകരിക്കുക, ഇഷ്ടമുള്ളിടത്ത് താമസിക്കുക, ഇഷ്ടമുള്ള തൊഴിൽ ചെയ്യുക, ഇതെല്ലാം എന്താ? ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം പറയുന്ന ആർട്ടിക്കിളാണ്. അപ്പം ഉത്തരം പറയുമ്പോൾ നമ്മൾക്ക് എന്താ കറക്റ്റായിട്ടുള്ളത് വരുന്ന രണ്ട് പേർക്ക്, ബോത്ത് സിറ്റിസൺ ആൻഡ് നോൺ സിറ്റിസൺ എന്ന് വരുമ്പോൾ 1, 3, 4 ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. 1, 3, 4 ഓപ്ഷൻ ബി. ഓക്കെ, ഓർത്തിരിക്കുമല്ലോ. നമുക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ച് പറയുമ്പോൾ എന്തൊക്കെ പറയാം? ഫണ്ടമെൻ്റൽ റൈറ്റ്സ് സ്വരൺ സിംഗ് കമ്മിറ്റി പ്രകാരമാണ് വന്നത്. സ്വരൺ സിംഗ് കമ്മിറ്റിയാണ് കൊണ്ടുവന്നത്. നമുക്കറിയാം, ഫണ്ടമെൻ്റൽ റൈറ്റ് അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ അല്ലേ? കറാച്ചി സമ്മേളനം 1932 നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഓർത്തിരിക്കണം. ഫണ്ടമെൻ്റൽ റൈറ്റ് എത്ര? ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ അല്ലേ? ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. 14 തൊട്ട് എത്ര വരെയാണ്? 32 വരെയുള്ള ആർട്ടിക്കിൾ നമ്മൾ മസ്റ്റായിട്ട് പഠിച്ചിരിക്കുന്നത്. അതാണ് നേരത്തെ മേളിൽ പറഞ്ഞേക്കുന്നത്. 32ാമത്തെ ആർട്ടിക്കിൾ എന്താ? കോടതിയുടെ റിട്ട് അധികാരമൊക്കെ പറഞ്ഞത് 32ാമത്തെ ആർട്ടിക്കിൾ, ഭരണഘടനാ പ്രതിവിധിക്കുള്ള അവകാശം. അതൊക്കെ എന്താണ്? ആർട്ടിക്കിൾ 32 വരുന്നത്. ഇത് ഓർഡറിൽ നമ്മൾ പറയാനെങ്കിൽ ഒത്തിരി പറയാനുണ്ട്. അതൊക്കെ ഒരു ടോപ്പിക്കായിട്ട് എടുത്ത് നമ്മൾ തരും. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകാം. അടുത്ത ചോദ്യത്തിലോട്ട് നോക്ക്. Which of the following are not fundamental duties under 51A? ചോദ്യം ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയുടെ ഭാഗമല്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കിയാൽ ടു പേ ടാക്സസ് ആസ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദ ഗവൺമെൻറ്, ടു സേഫ് ഗാർഡ് പബ്ലിക് പ്രോപ്പർട്ടി ആൻഡ് അബ്ജർ വയലൻസ്, ടു ഡിഫെൻഡ് ദ കൺട്രി ആൻഡ് റെൻഡർ നാഷണൽ സർവീസ് വെൻ കാൾഡ് അപ്പോൺ ടു ഡു സോ, ടു അപ്ഹോൾഡ് ആൻഡ് പ്രൊട്ടക്ട് ദ സോവറൈനിറ്റി. അപ്പോൾ ഇത്രയും ഓപ്ഷനാണ് നമുക്ക് തന്നേക്കുന്നത്. അതിനകത്ത്
ഇതിനകത്ത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയുടെ ഭാഗം അല്ലാത്തത് എന്നാണ് ചോദിച്ചേക്കുന്നത്. ആർ നോട്ട് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി. ആർട്ടിക്കിൾ 51A. നമുക്കറിയാം ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയുടെ ആർട്ടിക്കിൾ ഏതാണ്? 51A ഭാഗം 4A. 4A 51A എന്ത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി പറയുന്നത്. 11 ഇത് മനസ്സിലായോ? ഓക്കെ, നമുക്കപ്പോൾ ഓപ്ഷൻ ഏതാണെന്ന് നോക്കിയേ. ഓപ്ഷൻസ് ഏതൊക്കെയാണ് വരുന്നത്? ടു പേ ടാക്സസ് ആസ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദ ഗവൺമെൻറ്. ഇതുണ്ടോ? ഇത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയുടെ ഭാഗമാണോ? ഗവൺമെൻറ്റിന് ടാക്സ് അടയ്ക്കുക എന്ന് പറയുന്നത് അല്ല. ഗവൺമെൻറ് ടാക്സിന് അടയ്ക്കാൻ പറയുന്നുണ്ടോ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയിൽ? ഇല്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ ഉത്തരം വരുന്നത്. ബാക്കിയെല്ലാം എന്താണ്? ബാക്കിയെല്ലാം ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയുടെ ഭാഗമാണ്. സേഫ് ഗാർഡ് പബ്ലിക് പ്രോപ്പർട്ടി ആൻഡ് അബ്ജൂർ വയലൻസ്, അതായത് പൊതുസ്വത്തുക്കൾ സംരക്ഷിക്കാനും അഹിംസ ഇല്ലാതാക്കാനും ഹിംസ ഇല്ലാതാക്കാൻ പറയുന്നത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയാണ്. അത് ഡിഫൈൻ ദ കൺട്രി ആൻഡ് റെൻഡർ നാഷണൽ സർവീസ് വെൻ കാൾഡ് അപ്പോൺ, അതായത് രാജ്യം സന്നദ്ധ സേവനത്തിന് ആവശ്യപ്പെടുമ്പോൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യണം? ഒരു പൗരൻ അതിന് തയ്യാറാകണം. ടു അപ്ഹോൾഡ് ആൻഡ് പ്രൊട്ടക്ട് ദ സോവറൈനിറ്റി, യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ഇന്ത്യ. ഇതെല്ലാം കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നമ്മുടെ ഓരോ പൗരൻ്റെ അവകാശമാണ്. അപ്പം ഇത്രയും ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയിൽ 3 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയും 1 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയും അല്ല. ഓക്കെ, ഞാൻ അപ്പുറത്ത് ഫണ്ടമെൻ്റൽ റൈറ്റിൻ്റെ ഒരു ചോദ്യം പറഞ്ഞപ്പോൾ സൊറൻസിംഗ് കമ്മിറ്റി ഞാൻ പറഞ്ഞു, പക്ഷെ അത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയുടെയാണ് കേട്ടോ. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി പറയുന്നതാണ് ഏത്? സൊറൻസിംഗ് കമ്മിറ്റി. ഓർത്തിരിക്കണേ. അപ്പം അതവിടെ തിരുത്ത് നിങ്ങൾ ഓർത്തിരിക്കണേ. ആരെങ്കിലുമൊക്കെ പറഞ്ഞു കാണും വീഡിയോ കണ്ടവർ. അപ്പം ഇത് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ. The power to regulate right of citizenship in India after the commencement of constitution is vested in. ചോദ്യം ചോദിച്ചിരിക്കുന്നത് എന്താ? The power to regulate the right of citizenship. സിറ്റിസൺഷിപ്പിൻ്റെ അവകാശത്തെക്കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. സിറ്റിസൺഷിപ്പ് ഇൻ ഇന്ത്യ ആഫ്റ്റർ ദ കമൻസ്മെൻറ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നതിന് ശേഷം ഈ റൈറ്റ് ഓഫ് സിറ്റിസൺഷിപ്പ് ആർക്കാണ് അധികാരം ഉള്ളത്? അതിൻ്റെ മേലുള്ള അധികാരം ആർക്കാണെന്ന് ചോദിച്ചിരിക്കുന്നത്. പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ, പാർലമെൻറ്റ് ഓഫ് ഇന്ത്യ, മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഉറപ്പായിട്ടും നമുക്കറിയാം ഉത്തരവില്ല. ചോദ്യം വായിക്കുമ്പോഴേ നമുക്കറിയാം. കോൺസ്റ്റിറ്റ്യൂഷൻ വന്നതിന് ശേഷം വന്നതാണ് ഇതെല്ലാം വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ എടുത്തു പറയുമ്പോൾ ഇന്ത്യക്കൊരു ഭരണഘടന വന്നപ്പോൾ ഇന്ത്യക്കൊരു മൊത്തത്തിലുണ്ട് ഒരു ഭരണ സംവിധാനം നിലവിൽ വന്നില്ലേ? അത് എല്ലാം ഇരിക്കുന്നത് എവിടാണ്? പാർലമെൻറ്റിലല്ലേ. അപ്പോൾ പാർലമെൻറ്റിനാണ് എല്ലാ അവകാശങ്ങളുടെയും കേന്ദ്രം പാർലമെൻറ്റിനാണ് ഇരിക്കുന്നത്. മനസ്സിലായോ? നമുക്കറിയാം ഒരു നിയമം പാസ്സായി വരണമെങ്കിൽ അത് പാർലമെൻറ്റിലൂടെയാണ് ആവുന്നത്. അതുപോലെ ഓരോ പൗരൻ്റെ അവകാശങ്ങൾ ഇതെല്ലാം സ്ഥാപിച്ചെടുക്കുന്നത് പാർലമെൻറ്റിലൂടെയാണ്. അപ്പോൾ ഈ സിറ്റിസൺഷിപ്പിൻ്റെ റൈറ്റും വന്നത് എവിടാ? പാർലമെൻറ്റിലാണ്. ഓർത്തിരിക്കണേ. അപ്പോൾ സിറ്റിസൺഷിപ്പ് നമുക്കറിയാം ഇന്ത്യയിൽ എത്ര തരം സിറ്റിസൺഷിപ്പ് ഉണ്ട്? 5. ഏതൊക്കെയാണ് ഇന്ത്യയിലുള്ള സിറ്റിസൺഷിപ്പ്? നമുക്കറിയാം ഏതൊക്കെയാണ്? ബൈ ബർത്ത്, ബൈ ഡിസെൻറ്റ്, ബൈ രജിസ്റ്റർ, ബൈ നാച്ചുറലൈസേഷൻ, ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറി. അപ്പോൾ ഇത് 5 സിറ്റിസൺഷിപ്പിൻ്റെ 5 മാർഗങ്ങൾ. ഏതൊക്കെയാണ്? ബൈ ബർത്ത്. നമുക്കറിയാം ബൈ ബർത്ത് പറയുമ്പോൾ ഇന്ത്യയിൽ ജനിച്ച ഒരാൾക്ക്. ബൈ ഡിസെൻറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇന്ത്യയിലല്ല, ഇന്ത്യക്ക് വെളിയിലല്ല ഒരാൾ ജനിച്ചത്, പക്ഷേ അയാളുടെ അച്ഛനും അമ്മയും എവിടെ? ഇന്ത്യക്കാരനാണെങ്കിൽ അങ്ങനെ കിട്ടുന്നതാണ് ബൈ ഡിസെൻറ്റ്. പിന്നെ രജിസ്ട്രേഷൻ വഴിയാകുമ്പോൾ എങ്ങനെ വരും? ഇപ്പം വേറൊരാളാണ്, പക്ഷേ ഇന്ത്യക്കാരനെ ഒരു രാജ്യക്കാർ. അപ്പോൾ അവർ ഇന്ത്യക്കാരിൽ ഒരാളെയാണ് കല്യാണം കഴിക്കുന്നതെങ്കിൽ എങ്ങനെ കല്യാണം കഴിക്കും? അല്ലെങ്കിൽ അവർ വന്ന് സിറ്റിസൺഷിപ്പ് കുറച്ച് നാൾ താമസിച്ച് അങ്ങനെ രജിസ്ട്രേഷൻ വഴി കിട്ടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? രജിസ്ട്രേഷൻ സിറ്റിസൺഷിപ്പിൻ്റെ ഒരു ഭാഗമാവുന്നത്. അടുത്ത് നോക്കിയേ, നാച്ചുറലൈസേഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കുറേ നാളായിട്ട് ഇന്ത്യയിൽ താമസിക്കുന്ന ഒരാളാണെന്ന് വിചാരിച്ചു. ഇപ്പോൾ എനിക്കറിയത്തില്ല കൃത്യമായിട്ട് എത്ര വർഷമാണ് ഇന്ത്യയിൽ അങ്ങനെ താമസിക്കുമ്പോൾ സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നതെന്ന്, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. പക്ഷേ കുറേ നാളുകളായിട്ട് താമസിക്കുകയാണ് ഒരാൾ. അപ്പം അയാൾക്ക് എന്തുണ്ട്? സിറ്റിസൺഷിപ്പിന് അവകാശമുണ്ട്.
അടുത്ത എന്താ, ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറി. ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറി പറയുമ്പോൾ നമുക്കറിയാം ഈ അതിർത്തികളൊക്കെ കൂട്ടിച്ചേർക്കുമ്പോഴോ അല്ലെങ്കിൽ പുതിയൊരു സംസ്ഥാനം മറ്റ് രാജ്യങ്ങളിലെ ഏതെങ്കിലും ഒരു ഭാഗങ്ങളൊക്കെ കൂട്ടിച്ചേർക്കുമ്പോഴോ എന്ത് വരുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ അത്ര ആളുകൾക്കും എന്ത് ചെയ്യണം, ഇന്ത്യയിലോട്ടാണ് കൂട്ടിച്ചേർക്കുന്നതെങ്കിൽ ഇന്ത്യയുടെ സിറ്റിസൺഷിപ്പ് കൊടുത്തല്ലേ പറ്റൂ. അങ്ങനെ വരുന്ന ഇതാണിത് ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറി. അപ്പോൾ ഈ 5 മാർഗങ്ങൾ ഓർത്തിരിക്കുക: ബൈ ബർത്ത്, ബൈ ഡിസെന്റ്, ബൈ രജിസ്ട്രേഷൻ, നാച്ചുറലൈസേഷൻ, ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറി. ഇനി എങ്ങനെ 3 മാർഗത്തിൽ കൂടെ നഷ്ടപ്പെടുന്നത് നമുക്കറിയാം. നഷ്ടപ്പെടുന്നത് എങ്ങനെ? 3 വേസിലൂടെ ലോസ് ചെയ്യുന്നുണ്ട്. എങ്ങനെ ലോസ് ചെയ്യുന്നത്? ഏതൊക്കെയാണ്? വോളണ്ടറിലി റെനൗൺസിയേഷൻ എന്ന് പറയും. വോളണ്ടറിലി അതിനെ പറയും, നമ്മൾ പറയും റിനൗൺസിയേഷൻ. റിനൗൺസിയേഷൻ എന്ന് പറയുമ്പം ഒരാൾ സ്വയമേ എന്ത് ചെയ്യുന്നുണ്ട്, അവർ സിറ്റിസൺഷിപ്പ് ക്യാൻസൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് റിനൗൺസിയേഷൻ എന്ന് പറയുന്നത്. വോളണ്ടറിലി റിനൗൺസിയേഷൻ. അടുത്ത് നമ്മൾ പറയും ടെർമിനേഷൻ. ടെർമിനേഷൻ എന്ന് പറയുമ്പം ഇപ്പം ഒരാൾ ഇന്ത്യൻ പൗരനായിരുന്നു, അയാൾ ഇപ്പോൾ കുറേ നാളായിട്ട് അമേരിക്കയിലാണ്. അപ്പോൾ അയാൾക്ക് അവിടെ അമേരിക്കൻ സിറ്റിസൺഷിപ്പ് കിട്ടിയെന്ന് വെച്ചോ, അല്ലെങ്കിൽ അയാൾ എടുത്തെന്ന് വെച്ചോ. അപ്പോൾ ഉറപ്പായിട്ടും അയാൾ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് എന്ത് ചെയ്യണം? റദ്ദ് ചെയ്യണം, മാറ്റണം. അപ്പം അതിനെ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും? അപ്പോൾ അമേരിക്കയിൽ പോയില്ലേ അയാൾ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ലോസ് ആയ അയാൾക്ക്. അപ്പം അതാണ് ടെർമിനേഷൻ. തനിയെ സിറ്റിസൺഷിപ്പ് നഷ്ടപ്പെടുന്നതാണ് എന്താ? ടെർമിനേഷൻ. അടുത്തത് ഡിപ്രീവേഷൻ. ഡിപ്രീവേഷൻ എന്ന് പറയുമ്പോൾ ഗവൺമെൻറ്റാണ് എന്ത് ചെയ്യുന്നത്? ഇതിന് മുൻകൈ എടുക്കുന്നത് അയാളുടെ സിറ്റിസൺഷിപ്പ് നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട്. കാരണം ഇപ്പോൾ ഫ്രോഡുകളൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും രാജ്യത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള മൂവ്മെൻ്റ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് അങ്ങനെയുള്ള വ്യക്തികൾക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ പൗരത്വം റദ്ദ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് 3 വേസ്. ഓർത്തിരിക്കുമല്ലോ. നമുക്ക് തന്നെ അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ഷെഡ്യൂൾഡ് കാസ്റ്റ്. അപ്പോൾ ഷെഡ്യൂൾഡ് കാസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റേറ്റ്മെൻറ്റുകളാണ് തന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. ദ NCSC, അതായത് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഈസ് ആൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എസ്റ്റാബ്ലിഷ്ഡ് വിത്ത് എ വ്യൂ ടു പ്രൊവൈഡ് സേഫ് ഗാർഡ്സ് അഗെയിൻസ്റ്റ് ദ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ആംഗ്ലോ-ഇന്ത്യൻ കമ്മ്യൂണിറ്റീസ് ടു പ്രൊമോട്ട് ആൻഡ് പ്രൊട്ടക്ട് ദർ സോഷ്യൽ, എഡ്യൂക്കേഷണൽ, എക്കണോമിക് ആൻഡ് കൾച്ചറൽ ഇൻട്രസ്റ്റ്. വലിയൊരു പാരഗ്രാഫ് ആയിരുന്നല്ലേ. വായിച്ച് നമുക്ക് തൊണ്ടയിൽ വെള്ളം പറ്റും. എന്തായാലും നമുക്ക് വായിച്ച് നോക്കിയല്ലേ പറ്റും എക്സാമിന് ഇങ്ങനെയൊക്കെ വരുമ്പോൾ. പിന്നെ അടുത്ത് നോക്കൂ. ആർട്ടിക്കിൾ 338 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ദ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ്. അടുത്തത് ദ കറൻറ്റ് ചെയർമാൻ ഓഫ് ദ NCSC ഈസ് കിഷോർ മക്വാന വൈൽ ദ ഫസ്റ്റ് ചെയർമാൻ വാസ് സൂരജ് ഭാൻ. അപ്പോൾ 3 സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ നോക്കി. ഇതിനകത്ത് എന്താ ചോദ്യം എന്ന് മനസ്സിലായോ? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്? അതായത് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം 3 ഓപ്ഷൻസ്, 4 ഓപ്ഷൻ നോക്കൂ. 1, 2, 2 and 3, 1 and 3, 1, 2 and 3. അപ്പം ഈ 4 ഓപ്ഷനിൽ ശരിയായിട്ടുള്ള ഓപ്ഷൻ ഏതാണെന്ന് ഞാനങ്ങ് പറയാം. ഏതാ? 1, 2 and 3. ഇത് 3 എന്താ ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. നോക്കിയേ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തല്ലേ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റും ഷെഡ്യൂൾഡ് ട്രൈബും SC ST രണ്ടും എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. കോൺസ്റ്റിറ്റ്യൂഷനിൽ നിയമപ്രകാരം ഉണ്ടായതാണ് അല്ലേ. നമുക്കറിയാം 332, 340 വരെയുള്ള ആർട്ടിക്കിൾ അല്ലേ, നമുക്കറിയാവുന്നതല്ലേ. 332 അല്ല, 330 മുതൽ 342 വരെ. അപ്പോൾ ഇത്രയും ആർട്ടിക്കിൾ ഇതിനകത്ത് പറയുന്നതാണ് എന്ത്? ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, അതിൻ്റെ കമ്മീഷൻസ്, അവരുടെ അവകാശങ്ങളൊക്കെ പറയുന്ന ആർട്ടിക്കിളാണ് 330 മുതൽ 342 വരെ. അപ്പോൾ ഇത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആണ്. ഓർത്തിരിക്കുമല്ലോ. ഇതിനകത്ത് പറയുന്നത് എന്താണ്? സേഫ് ഗാർഡ്സ് അഗെയിൻസ്റ്റ് ദ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് and Anglo-Indian communities to promote and protect their social, educational, economic and cultural interest. ഇതെല്ലാം ആംഗ്ലോ ഇന്ത്യനും എന്ത് വരുന്നുണ്ട്? ഇതിനകത്ത് ഈ ആർട്ടിക്കിളിനകത്ത് വരുന്നുണ്ട്. അടുത്തത് പറഞ്ഞത് എന്താ? ആർട്ടിക്കിൾ 338 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് അല്ലേ. ആണ്. ഷെഡ്യൂൾഡ് കാസ്റ്റിനാണെങ്കിൽ എന്താണ്? 338 ഷെഡ്യൂൾഡ് ട്രൈബ് ആണെങ്കിലോ 338A അറിയാലോ. 338B ഉണ്ട് എന്ന് നമുക്കറിയാം.
അമെൻമെൻറ്റിലൊക്കെ വന്നത് എന്താ, നാഷണൽ കമ്മീഷൻ CBC നമ്മൾ പറയുന്നതാണ് ബാക്ക്വേർഡ് ക്ലാസ്സസ് 28B. ഓർത്തിരിക്കണേ. അടുത്ത ചോദിച്ച് നോക്കൂ. കറൻറ്റ് ചെയർമാൻ ഓഫ് ദി ഷെഡ്യൂൾഡ് കാസ്റ്റ് കിഷോർ മക്വാനയാണ്. കിഷോർ മക്കാന ഷെഡ്യൂൾഡ് കാസ്റ്റല്ലേ, ഷെഡ്യൂൾഡ് കാസ്റ്റിൻ്റെ ആണ് ഏത്, കിഷോർ മക്വാന. ഫസ്റ്റ് ആരാണ്, സൂരജ് ഭാൻ. അപ്പോൾ ഇത്രയും പോയിന്റിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കി ഓർത്തിരിക്കണേ. ഇപ്പോഴത്തെ ഈ കറണ്ട് അഫെയറുമായിട്ട് ബന്ധപ്പെട്ട് ഒരെണ്ണം ഓർത്തിരിക്കുക. SC നാഷണൽ കമ്മീഷൻ ഫോർ SC ആരാ, കിഷോർ മക്വാനയാണ് ചെയർമാൻ. അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ. ഡ്യൂറിങ് എ നാഷണൽ എമർജൻസി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഓട്ടോമാറ്റിക്കലി സ്റ്റാൻഡ്സ് സസ്പെൻഡഡ് അണ്ടർ ആർട്ടിക്കിൾ 358 ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നാഷണൽ എമർജൻസിയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളുണ്ട്. നമുക്കറിയാം നാഷണൽ എമർജൻസിയുടെ ആർട്ടിക്കിൾ എത്ര, 352 അല്ലേ, 52, 56, 360 നമ്മളിങ്ങനെയല്ലേ പഠിക്കുന്നത്. അപ്പോൾ 352 പ്രകാരം ഇതിനകത്ത് പറയുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ് ഓട്ടോമാറ്റിക്കലി സസ്പെൻഡ് ചെയ്യും. അത് ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ നോക്കാം. റൈറ്റ് ടു ഇക്വാളിറ്റി, റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. നമുക്ക് ഓപ്ഷൻ വായിക്കുമ്പോഴേ അറിയാം അല്ലേ ഏതായിരിക്കും വരാൻ സാധ്യത. റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. നമുക്കറിയാം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്ത് നമുക്ക് ഈ സ്വാതന്ത്ര്യങ്ങൾ, നമ്മുടെ മൗലിക സ്വാതന്ത്ര്യങ്ങളല്ലേ ആർട്ടിക്കിൾ 19 പറയുന്നത്. അപ്പോൾ 6 സ്വാതന്ത്ര്യങ്ങൾ എന്ത് ചെയ്യും, റദ്ദാവും. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോകാൻ പറ്റുമോ, ഇല്ല. ഇഷ്ടമുള്ളതുപോലെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ പറ്റുമോ, ഇല്ല. നമുക്ക് സംഘടന രൂപീകരിക്കാൻ പറ്റുമോ ആ സമയത്ത്, ഇല്ല. അപ്പോൾ ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആർട്ടിക്കിൾ 358 പ്രകാരം എന്താ, ഇത് സസ്പെൻഡ് ചെയ്യും. അപ്പോൾ ബാക്കിയൊക്കെ എന്ത് വരുന്നുണ്ട്, സസ്പെൻഡ് ചെയ്യത്തില്ല. ഓർത്തിരിക്കുമല്ലോ. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. മാച്ച് ദ ഫോളോയിങ് ആണ്. കോളം എയും കോളം ബിയും ഒന്ന് വായിച്ചു നോക്കിയിട്ട് നമുക്ക് റൈറ്റ് ഓപ്ഷൻ കണ്ടെത്താം. കേശവാനന്ദ ഭാരതി, മേനകാ ഗാന്ധി, ഷെയറ ബാനു, KS പുട്ടസ്വാമി, ഇവരൊക്കെ നമുക്ക് നല്ല പരിചയമുണ്ടല്ലേ. അപ്പോൾ ഇതൊക്കെ ഓരോ കേസുകളാണ്. ഈ കേസുകൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന ചോദ്യം നോക്ക്. കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്തുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. 1973 കേശവാനന്ദ ഭാരതി കേസ് എന്തുമായി ബന്ധപ്പെട്ടതാ, ഡോക്ട്രിൻ, അതായത് നമുക്കറിയാം അതായത് ദത്തവകാശം, അതായത് ഈ സ്വത്തുക്കൾ ലാൻഡ് റിഫോമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസാണത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആമുഖത്തിനകത്തൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് ആ കേസ്. ആമുഖം ഇതിൻ്റെ ഭാഗമാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അത് ആമുഖത്തിനകത്ത് പറയുമ്പോൾ ഒരു ഭാഗം, ഇത് ഇപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ എന്താ, സ്റ്റേറ്റ് ഓഫ് കേരള കേസിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ രണ്ടാമത്തെ ഓപ്ഷനാണ്. എസ്റ്റാബ്ലിഷ്ഡ് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് ഡോക്ട്രിൻ. അതാണ് വരുന്നത് 2 എ വരുന്നത് 2, 3 ഓപ്ഷൻ കിടപ്പുണ്ട്. അപ്പം ഇതെന്തായാലും പോവും. അപ്പം വരുന്നത് 2 എ. അടുത്ത് നോക്കൂ. മേനകാ ഗാന്ധി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഒരു മേനകാ ഗാന്ധി എന്തായാലും നമുക്കറിയാം എന്തുവാ, ആനിമൽസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അങ്ങനെ ഭയങ്കര ഒരു ജീവികൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ ഉറപ്പായിട്ടും അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കൂ. ഉണ്ടോ, ഉണ്ട്. റൈറ്റ് ടു ലൈഫ് ഇതാ കിടക്കുന്നു. എക്സ്പാൻഡഡ് ദ സ്കോപ്പ് ഓഫ് ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ്. അതാണ് എന്ത്, മേനകാ ഗാന്ധി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് പറയുന്നത്. അപ്പം ഇതെന്താ, ബി. അപ്പം 3B വരുന്നത് ഏതാ, 3B വരുന്നത് 2 കിടപ്പുണ്ട്. അപ്പം 2 പോയി 3 പോയി. അടുത്ത് നോക്കൂ. ഷെയറ ബാനു ഉറപ്പായിട്ട് നമുക്കറിയാവുന്ന ചോദ്യം അല്ലേ. ട്രിപ്പിൾ തലാഖ് അൺകോൺസ്റ്റിറ്റ്യൂഷണലാണ് എന്ന് പറഞ്ഞത്. അപ്പം 4C വരുന്നത് ഇതല്ലേ. അപ്പോൾ ഓപ്ഷൻ 1 ഉത്തരം. അടുത്ത് നോക്കൂ. KS പുട്ടസ്വാമി, യൂണിയൻ ഓഫ് ഇന്ത്യ ഡിക്ലെയർ റൈറ്റ് ടു പ്രൈവസിയെ സംബന്ധിച്ച കേസാണ് ഏതാ, പുട്ടസ്വാമി. പുട്ട് കുത്തുന്നത് നമുക്കറിയാം ഒരു കുഴലിനകത്തൂടെയല്ലേ പുട്ടിങ്ങനെ വേവുന്നത്. ഒരു കുറ്റിക്ക് അകത്തിരിക്കുമല്ലേ, മൊത്തത്തെ മൂടിക്കെട്ടി. പുട്ടിനൊരു നല്ലൊരു പ്രൈവസി ഇല്ലേ ആ കുറ്റിക്കകത്ത്, അതൊന്ന് ഓർത്തിരുന്നാൽ മതി. പുട്ടസ്വാമി പ്രൈവസിയാണ്, നല്ല ആര് ശല്യമൊന്നും ചെയ്ത പുട്ട് അതിനകത്തിരുന്ന് ഇങ്ങനെ വേവും.
അതാണ് കുട്ടസ്വാമി വേഴ്സസ്, ജസ്റ്റ് ഓർത്തിരിക്കാൻ ചുമ്മാ പറഞ്ഞ കേട്ടോ. അപ്പോൾ കേശവാനന്ദ ഭാരതി ഡോക്ട്രിൻ ബേസിക് സ്ട്രക്ചർ ഓഫ് ഡോക്ട്രിൻ, അതായത് ഈ ഭൂസ്വത്തിൻ്റെ കാര്യത്തിന് ബന്ധപ്പെട്ട കേസാണത്. പിന്നെ കേശവാനന്ദ ഭാരതി കേസ് നമുക്ക് എന്ത് പറയാം, ആമുഖത്തിൻ്റെ ആമുഖം എന്താണ്, ഇതിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞത്, ഭരണഘടനയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞത് കേശവാനന്ദ ഭാരതി കേസിലാണ്. നമുക്കറിയാം ബീറു ബാരി കേസ് നമ്മൾ പഠിക്കുന്നുണ്ടല്ലേ. ബീറു ബാരി എന്താണ്, ആമുഖം ഇതിൻ്റെ ഭാഗം അല്ല എന്ന് പറഞ്ഞു. ബീറു ബാരി വേറെ എന്ന് ഓർത്തിരിക്കണം. ഓക്കെ, അടുത്ത പിന്നെ അതേപോലെ തന്നെ LIC ഓഫ് ഇന്ത്യയുടെ ഒരു കേസുണ്ട്. LIC ഓഫ് ഇന്ത്യ എന്ന് പറയുന്നുണ്ട്. LIC ഓഫ് ഇന്ത്യയുടെ കേസിൽ പറയുമ്പോൾ ആമുഖം അതിൻ്റെ ഭാഗമാണ് എന്ന് പറയുന്നുണ്ട്. ആമുഖം കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമാണെന്ന് തന്നെ പറയുന്നുണ്ട്. അപ്പം വീരുബാരി മാത്രമുള്ള വേറെ അപ്പം അത് ഓർത്തിരിക്കുക. വീരുബാരി കേസ് 1960 ഓർത്തിരിക്കണേ, 1960. അപ്പം ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുമല്ലോ. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് പ്രണവ് മുഖർജി. പ്രണവ് മുഖർജിയുമായി സംബന്ധിച്ച പ്രസ്താവനകൾ പരിഗണിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഹി സെർവ്ഡ് ആസ് ദ 13th President of India from 2012 to 2017. ശരിയാണോ അത്? പ്രണവ് മുഖർജിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഏതാണ് കറക്റ്റ് എന്നാണ് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ കറക്റ്റ്? അപ്പോൾ 13ാമത്തെ പ്രസിഡൻ്റ് ആണ്, ശരിയാണ് കേട്ടോ. അത് 2012 മുതൽ 2017 വരെ പ്രതിഭ പട്ടേലിന് ശേഷം വന്നതാണ് ആര്? പ്രണവ് മുഖർജി. അപ്പോൾ അടുത്തൊക്കെ ഹി വാസ് അവാർഡഡ് ദ ഭാരത് രത്ന ഇൻ 2019 ആഫ്റ്റർ ഹിസ് ടൈം ആസ് പ്രസിഡന്റ്. അതും ശരിയാണ്. അദ്ദേഹത്തിന് 2019 ഭാരതരത്ന ലഭിച്ചിട്ടുണ്ട്. ഹി വാസ് ദ ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഡ്യൂറിംഗ് ദ ടെന്യൂർ ഓഫ് ദ 14th ലോകസഭ 2004 to 2009. പക്ഷേ ഇത് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്, പക്ഷേ ഇതിനകത്ത് എന്തല്ല ഈ കാലാവധി കൊടുത്തേക്കുന്നത് തെറ്റാണ്. 14th ലോകസഭയിൽ അദ്ദേഹം ഇതായിരുന്നു 2009 മുതൽ 2012 വരെയാണ് ഇതിൻ്റെ കാലാവധി വരുന്നത്. 2009 മുതൽ 2012 വരെ. അപ്പോൾ ഇത്ര ഓർത്തിരിക്കുമല്ലോ. ഇതിൽ ഉത്തരം വരുമ്പോൾ 1, 2 and 3 ശരിയായിട്ടാണ് ഉത്തരം കൊടുത്തേക്കുന്നത്. പക്ഷേ ഇതിൻ്റെ വർഷം മാത്രമേ ഉള്ളൂ വ്യത്യാസം വരുന്നത്. അപ്പോൾ ഫിനാൻസ് മിനിസ്റ്റർ കൂടാതെ അദ്ദേഹം ഏതൊക്കെ വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ടെന്ന് ഓർത്തിരിക്കണേ. എക്സ്റ്റേണൽ അഫെയർസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമേ പറയുന്നുള്ളൂ. എക്സ്റ്റേണൽ അഫെയർസ്, പിന്നെ ഡിഫെൻസ് ഒക്കെ ഓർത്തിരിക്കണേ. പിന്നെ ഫിനാൻസ് മിനിസ്റ്റർ, ഫിനാൻസ്, അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ പ്രണവ് മുഖർജിയുടെ സംസ്ഥാനം ഏതാണെന്ന് അറിയാമോ? പ്രണവ് മുഖർജി ഏത് സ്റ്റേറ്റാണ്? വെസ്റ്റ് ബംഗാളാണ് കേട്ടോ. വെസ്റ്റ് ബംഗാളിൽ നിന്ന് പ്രസിഡൻ്റാവുന്ന ആദ്യത്തെ വ്യക്തി കൂടിയാണ് പ്രണവ് മുഖർജി. അപ്പോൾ ഇത്ര ഓർത്തിരിക്കുമല്ലോ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ കൊണ്ടുവന്നത്. കുറേ ലെങ്തി ആയെന്നറിയാം, കുറേ കാര്യങ്ങൾ പറയാനുണ്ട് എനിക്കറിയാതെ. പക്ഷേ ഇനിയും നമ്മൾ ഇതുപോലെ ചോദ്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കണക്റ്റഡ് ഫാക്റ്റ് പറയുന്നുണ്ട് ധാരാളം. അപ്പം ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സജഷൻ, ഞാൻ ചിലപ്പോൾ ഇതിനകത്തൊക്കെ വല്ല പൊട്ടത്തരമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾ തിരുത്തി കമൻറ്റിൽ പറയണം. അപ്പോൾ ഞാൻ ആ കമൻറ്റ് എന്ത് ചെയ്യും? പിൻ ചെയ്യും. അപ്പം മറ്റുള്ളവർക്ക് അതെങ്കിലും കണ്ടെത്തട്ടെ, മനസ്സിലാവട്ടെ. മനഃപൂർവ്വം നമ്മൾ തെറ്റ് പറയത്തില്ല. അറിവില്ലായ്മ കൊണ്ടൊന്നും പറയാൻ സാധ്യത വളരെ കുറവാണ്. പിന്നെ എങ്ങാനും നാക്കിൻ്റെ പിശക് കൊണ്ടെങ്ങാനും പറഞ്ഞു പോയാലായി. അപ്പം അതൊക്കെ നിങ്ങൾ ക്ഷമിക്കണം. പിന്നെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാമേ. താങ്ക് യു.